അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളുടെ കൃഷിയിടമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന ഏതൊരവസരവും ഫലപ്രദമായി വിനിയോഗിക്കാൻ സത്യവിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനേറ്റവും അനുകൂലമായ ഒരു അസുലഭ അവസരമാണ് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പുണ്യങ്ങൾ ചെയ്യാൻ പടച്ചറബ് ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. എന്നാൽ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിവസങ്ങളെക്കാൾ നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റ് ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളുമായി പോരാടുന്ന, ധർമ്മസമരം നടത്തുന്ന ആളുകൾ മറ്റ് മാസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന ആ നന്മ ഈ ദിവസങ്ങളിലെ സൽക്കർമ്മത്തിന് താഴെയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും ഈ ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ ചുവട്ടിലാണ് വരിക. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരാളൊഴികെ, അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ശരീരവും സമ്പത്തുമായി പുറപ്പെട്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ, മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. അഥവാ ആ പുണ്യത്തിന്, സൽക്കർമ്മത്തിന്, ജീവൻ ത്യജിച്ച ആ ത്യാഗ സന്നദ്ധമായ പ്രവർത്തനത്തിൻ്റെ തൊട്ടുതാഴെ വരും ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക്. അതുകൊണ്ട് ഏത് സൽക്കർമ്മവും, ഇസ്ലാം അംഗീകരിച്ച ഏത് പുണ്യവും വിശ്വാസികൾക്ക് ഈ സമയങ്ങളിൽ ധാരാളമായി അധികരിപ്പിക്കുവാൻ സാധിക്കണം. ഓരോരുത്തരും അവരവരുടെ കഴിവും താല്പര്യവും ആവേശവും അനുസരിച്ച് ആ നന്മകളിലൊക്കെ സജീവമാകണം. ദിക്ർ, ദുആകൾ, ഖുർആൻ പാരായണം, സ്വതക്കകൾ എന്ന് വേണ്ട സകലമായ സൽക്കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. പുണ്യം അല്ലെങ്കിൽ നന്മ, അതിൽ നിന്ന് യാതൊന്നിനെയും നീ നിസ്സാരമാക്കി കളയരുത് എന്നാണ്. ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ അതിനോടനുബന്ധമായിട്ടുള്ള മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അതല്ലാത്ത മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതായി പറയുന്ന റിവായത്തുകൾ, റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രത്യേകം അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ തന്നെയും സൽക്കർമ്മം, പുണ്യം എന്ന് പറയുന്നതിൽ വരുന്നതാണ് നോമ്പ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. അതേപോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബലികർമ്മത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത്. ബലികർമ്മത്തിന് നെയ്യത്താക്കിയിട്ടുള്ള ആളുകൾ നഖവും മുടിയും നീക്കാതെ ശ്രദ്ധിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ച പ്രത്യേക പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ തക്ബീറുകൾ, പെരുന്നാളിന് നമ്മൾ ചൊല്ലാറുള്ള തക്ബീർ മുത്തലക്കായി നമുക്ക് ഏത് സമയത്തും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അങ്ങാടിയിലും വാഹനത്തിലുമൊക്കെ ഇപ്പോൾ നമുക്ക് ചൊല്ലാം. എന്നാൽ അറഫ ദിവസത്തിൻ്റെ സുബ്ഹി മുതൽ അയ്യാമുത്ത തശ്രീഖിൻ്റെ അസർ വരെയും നമസ്കാരത്തോടനുബന്ധിച്ച് നമ്മൾ ചൊല്ലുന്ന ആ ദിക്ർ അല്ലെങ്കിൽ തക്ബീർ അത് മുഖയ്യദായതാണ്. അപ്പോൾ ഈ പുണ്യങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതും നന്മ ഉപദേശിക്കുന്നതും അതേപോലെ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അടക്കം എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെയും ഈ ദിവസങ്ങളിൽ ഏറെ പുണ്യമുള്ള, പ്രാധാന്യമുള്ള നന്മയാണ് ഇത് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ദുൽഹിജ്ജയിൽ നമ്മൾ ഉണ്ടാകുമോ, അടുത്ത വർഷം നമുക്ക് ആയുസ്സുണ്ടാകുമോ എന്നൊന്നും നമുക്കാർക്കും അറിയുക സാധ്യമല്ല. അതുകൊണ്ട് പരലോകത്തെ വിജയം നേടാൻ, പുണ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.